ഗുരുവായൂരിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിന് പിന്നിൽ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ ഗുരുവായൂർ പോലീസ് 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തി. തൈക്കാട് പള്ളി റോഡിലെ അവിൽപ്രോ ജ്യൂസ് കടയിലും മാവിൻ ചുവട്ടിലെ KM ഫ്രൈഡിലുമാണ് മോഷണം നടന്നത്. കൊല്ലം സ്വദേശികളായ ബന്ധുക്കളായ 2 പേരാണ് കേസിൽ പിടിയിലായത്. 15ഉം 17ഉം വയസ്സുള്ളവരാണ് മോഷണം നടത്തിയത്. ഏതാനും ദിവസം മുമ്പാണ് ഇരുവരും കുടുംബത്തോടൊപ്പം ഗുരുവായൂരിലെത്തിയത്. മോഷണത്തിന് പിന്നാലെ ലഭിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു. കടകളിൽ നിന്ന് 16,000 രൂപയും മൊബൈൽ ഫോണുമാണ് നഷ്ടപ്പെട്ടത്. ഇത് പോലീസ് ഇവരിൽ നിന്ന് കണ്ടെടുത്തു. പൊന്നിയൂർകുളത്ത് ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. കർഷകരും പ്രദേശവാസികളും ആശങ്കയിൽ. പൊന്നിയൂർകുളം അണ്ടത്തോട് മേഖലയിലാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം വൻതോതിൽ കണ്ടുവരുന്നത്. തങ്ങൾപ്പടിയിൽ അടഞ്ഞുകിടക്കുന്ന കേരള ഹോട്ടൽ പരിസരത്താണ് ഇവയെ ധാരാളമായി കാണുന്നത്. ഇത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. മഴക്കാലം ശക്തമായതോടെയാണ് കൃഷിയിടങ്ങളിലും വീട്ടുപറമ്പുകളിലും വ്യാപകമായി ഇവ പെരുകാൻ തുടങ്ങിയിട്ടുള്ളത്. പച്ചക്കറികൾ, വാഴ, പപ്പായ, തെങ്ങ്, ചേമ്പ് തുടങ്ങിയ വിളകളെ ഇവ വൻതോതിൽ തിന്നു നശിപ്പിക്കുന്നതിനാൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. രാത്രികാലങ്ങളിലാണ് ഇവ പ്രധാനമായും പുറത്തിറങ്ങുന്നത്. പകൽ സമയങ്ങളിൽ ഇലകൾക്കിടയിലും മരങ്ങളിലും ചുമരുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല എന്നതാണ് വാസ്തവം. ഇവ മനുഷ്യരുടെ ആരോഗ്യത്തിനും ഭീഷണിയാണ്. ഒച്ചുകളുടെ സ്രവങ്ങളിലൂടെ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന നിമാവിരകൾ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വാർഡ് മെമ്പറെയും പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ വിവരമറിയിച്ചു. എത്രയും പെട്ടെന്ന് ഇവയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണച്ചന്ത ഓഗസ്റ്റ് 18-ന് ആരംഭിക്കും. ഇതിനു മുന്നോടിയായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, കുടുംബശ്രീ സെക്രട്ടറി സുശീല, അക്കൗണ്ടന്റ് ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 18, 19, 20 തീയതികളിൽ ചിറക്കൽ സംഗമം പാലസിൽ വെച്ചാണ് കുടുംബശ്രീയുടെ ആദ്യ ഓണവിപണന മേള നടത്തുന്നത്. മേളയുടെ ഉദ്ഘാടനം കാലത്ത് 10:30-ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിക്കും. ഓഗസ്റ്റ് 22, 23, 24 തീയതികളിൽ നടക്കുന്ന 2ാം മേള പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമുള്ള ഹയാത്ത് സൂപ്പർ മാർക്കറ്റ് ഹാളിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും കേരംസ് ബോർഡ് വിതരണം ചെയ്യുന്ന പദ്ധതി സ്ട്രൈക്ക് ആൻഡ് സ്കോറിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, പഞ്ചായത്ത് ജനപ്രതിനിധികളായ NK ചന്ദ്രാവതി, സ്വീറ്റി ഷാജു, മോനിഷ രജീഷ്, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിബു, കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 11 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കേരംസ് ബോർഡുകൾ നൽകിയത്. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിക്കുന്ന സ്പോർട്ടിസ് എബിലിറ്റി ഫുട്ബോൾ മേളയ്ക്ക് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കായികപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേർത്തു നിർത്തുന്നതിനുമായാണ് കായികമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള, ബ്യൂമർക്ക് ഇന്ത്യ സ്പോർട്ടിസ് എബിലിറ്റി ഹബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത്. മേളയിൽ സംസ്ഥാനത്തെ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ 9 സെന്ററുകളിൽ നിന്നായി ഭിന്നശേഷിക്കാരായ 200ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ബുദ്ധിപരമായ വൈകല്യങ്ങൾ, കാഴ്ച കേൾവി പരിമിതികൾ, അസ്ഥി സംബന്ധമായ വൈകല്യങ്ങൾ എന്നിവ നേരിടുന്ന കുട്ടികൾക്കായി ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 7 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളെ 3 പ്രായവിഭാഗങ്ങളായി തിരിച്ചാണ് കായിക പരിപാടികൾ നടത്തുന്നത്. 13 മുതൽ 18 വയസ്സുവരെയുള്ളവർക്കായി ആവേശകരമായ സെവൻസ് ഫുട്ബോൾ ലീഗ് ടൂർണമെന്റും സംഘടിപ്പിക്കുന്നുണ്ട്. 4 ടീമുകൾ ഏറ്റുമുട്ടുന്ന ലീഗ് മത്സരങ്ങളിൽ നിന്നും മുന്നിലെത്തുന്ന 2 ടീമുകൾ ഫൈനലിൽ മാറ്റുരയ്ക്കും. വിദഗ്ധരായ 20 പരിശീലകരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. മേളയ്ക്ക് കുട്ടികളുടെ രക്ഷിതാക്കളും നേതൃത്വം നൽകി വരുന്നുണ്ട്. കുട്ടികളുടെ കായികക്ഷമതയും വിനോദവും ലക്ഷ്യമിട്ട് ഗോൾ സ്കോറിംഗ്, പെനാൽറ്റി ഷൂട്ടൌട്ട്, ഡ്രിബ്ലിംഗ്,
ബൗളിംഗ്, രക്ഷിതാക്കളും കുട്ടികളും ഒരുമിക്കുന്ന പാസിംഗ് ചലഞ്ച് ഉൾപ്പെടെ 8 പ്രത്യേക ഫുട്ബോൾ ആക്ടിവിറ്റി സോണുകളും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ കായിക പങ്കാളിത്തവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് നടത്തുന്ന ഗേൾസ് ഫൈവ്സ് ഷോക്കേസ് മാർച്ച് ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. രാവിലെ 8-ന് കായിക താരങ്ങളുടെ മാർച്ച് പാസ് ഉണ്ടായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പതാക ഉയർത്തി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബീന ബാബു, CPS-AK സംസ്ഥാന സെക്രട്ടറി ഗിരിജകുമാരി, കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓരോ കുട്ടിയും വിജയിയാണ് എന്ന ആശയത്തോടെ നടത്തുന്ന ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും പ്രത്യേക ഉപഹാരങ്ങളും നൽകും. സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി മുതൽ വീടുകളിൽ എത്തിച്ചു നൽകില്ലെന്ന സർക്കാർ നിലപാടിനെതിരെ KSKTU പ്രതിഷേധിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി വൺവേ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം കുന്നംകുളം ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി KK സുനിൽകുമാർ സ്വാഗതവും കാട്ടകമ്പാൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ അരുൺദാസ് നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർ അഞ്ജു സുധീഷ്, CDS ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, ദാസൻ, സെബാസ്റ്റ്യൻ, പ്രസീന, ബിന്ദു സജീവ് എന്നിവർ നേതൃത്വം നൽകി. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. റൈസ് 2026 എന്ന പേരിൽ നടന്ന ചടങ്ങ് CDIT ഡയറക്ടർ ഡോക്ടർ M. അബ്ദുൾ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ P. സുരേഷ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റോയൽ കോളേജ് പ്രസിഡന്റ് U. ഹുസൈൻ മുഹമ്മദ്, CEO VP സലീം, ജനറൽ സെക്രട്ടറി KM ഹൈദർ അലി എന്നിവർ സംസാരിച്ചു. മികച്ച അക്കാദമിക നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. IQAC ഡയറക്ടർ അമൃത M. ചെമ്മണ്ണൂർ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ER രാധിക നന്ദിയും പറഞ്ഞു. സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിച്ചു. URF വേൾഡ് റെക്കോർഡ് ജേതാവും ഹരിദ്വാർ മനസാദേവി ട്രസ്റ്റിന്റെ കാളിദാസ പുരസ്കാര ജേതാവുമായ TK രാജഗോപാല മേനോനാണ് യജ്ഞാചാര്യൻ. മേൽശാന്തി കാരമുഖ പ്രകാശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം പ്രകാശനം ചെയ്തു. യജ്ഞവേദിയിൽ നെൽപ്പറ, അരി, അവിൽ, മലർ, ശർക്കര, പഞ്ചസാര, നാളികേരം, നാണയം എന്നീ പറവഴിപാടുകൾ നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PT സുരേന്ദ്രൻ, M. സുരേഷ്, PB പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. 9 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം ഓഗസ്റ്റ് 16-ന് സമാപിക്കും. ക്ഷേമ പെൻഷൻ ഇനി വീടുകളിലെത്തില്ല എന്ന് തീരുമാനിച്ച UDF സർക്കാരിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ വില്ലേജിലെ AKG യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. കുന്നംകുളം ഏരിയ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കൊളത്തേരി ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ചു. AKG യൂണിറ്റ് സെക്രട്ടറി സുജിത ശിവിൽദാസ് സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് ശോഭന ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. വീട്ടിൽ എത്തിച്ചിരുന്ന ക്ഷേമ പെൻഷൻ ബാങ്കുകൾ വഴി കൊടുക്കാൻ തീരുമാനിച്ച UDF സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് KSKTU കടിക്കാട് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. അണ്ടത്തോട് നടന്ന പ്രതിഷേധ മാർച്ച് KSKTU ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം V. താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ബിന്ദു ചന്ദ്രൻ, MT ശ്രീനിവാസൻ, മണി ബാഹുലയൻ, ബുഷറ നൌഷാദ്, TH അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കടകവാവ് ബലിതർപ്പണത്തിനായി അഗതിയൂർ കലശമല ചിറയിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രഭരണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. വാവ് ദിവസമായ ബുധനാഴ്ച രാവിലെ 4 മണി മുതൽ ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. മോഹനൻ നായർ പ്രധാന കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ നിത്യപൂജകൾക്ക് പുറമെ പിതൃമോക്ഷത്തിനായി തിലഹവനം, സായുജ്യപൂജ, ഗണപതി ഹോമം, ഭഗവത് സേവ തുടങ്ങിയ പ്രത്യേക വഴിപാടുകളും നടത്തും. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി ജസ്വീന്ദ്ര ദ്വിവേദി കാർമ്മികത്വം വഹിക്കും. തർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് ശശി വാസുദേവൻ, സെക്രട്ടറി ബാലകൃഷ്ണൻ, ഖജാൻജി പ്രദീപ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 13,965 രൂപ, സ്വർണം പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം. അരിയന്നൂരിൽ താമസിക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപികയായിരുന്ന KS ഗീത നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 2-ന് നടത്തും. തൃശൂർ കൊട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഹിസ്റ്ററി അധ്യാപകനായിരുന്ന പരേതനായ വല്ലത്ത് താഴേക്കുനിയിൽ കൃഷ്ണചന്ദ്രൻ മാസ്റ്ററാണ് ഭർത്താവ്. രേഷ്മ, രചന എന്നിവർ മക്കളാണ്. മാടകത്തറ മൂർത്താട്ടിൽ പരമേശ്വരൻ മകൻ ബേബി എന്ന ജയകുമാർ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 5-ന് മാടകത്തറ പഞ്ചായത്ത് നിദ്രാലയത്തിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.